നടത്തിപ്പിലും അന്തരീക്ഷത്തിലും കോളേജിനെ ഭാരതീയമായി വിഭാവന ചെയ്യുമ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും നന്മകൾ ഉൾക്കൊള്ളേണ്ടതാണെന്ന് സ്ഥാപകർ വിശ്വസിച്ചു. 1960കളുടെ അവസാന കാലം വരെ പാശ്ചാത്യരായ CMS മിഷണറിമാരുടെ സാന്നിധ്യം കോളേജിലുണ്ടായിരുന്നു. അവർ അധികാരികളായിരുന്നില്ല, സഹപ്രവർത്തകർ തന്നെയായിരുന്നു. ഇത് സൃഷ്ടിക്കുന്ന സാർവജനീനമായ ഒരു അന്തരീക്ഷം അവർ വിലമതിച്ചു. സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്വബോധവും വളർത്തിയെടുക്കാൻ കോളേജ് അതിൻ്റെ തുടക്കം മുതൽ ശ്രദ്ധിച്ചിരുന്നു. 1927 ജൂണിൽ ആരംഭിച്ച ആലുവ സെറ്റിൽമെന്റ് സ്കൂൾ പിന്നാക്ക സമുദായത്തിലെ ആൺകുട്ടികൾക്കായുള്ള ഇത്തരത്തിലുള്ള ഒരു സംരംഭമായിരുന്നു. LW ഹൂപ്പർ എന്ന പ്രൊഫസറും കോളേജിൽ നിന്ന് ബിരുദം നേടിയ MV ജോർജ്, KJ ജോൺ, PT ചാക്കോ എന്നിവരും ചേർന്നാണ് സെറ്റിൽമെന്റ് സ്കൂൾ ആരംഭിച്ചത്. UC കോളേജിന് സമീപം 11 ഏക്കർ ഭൂമി ഇതിനായി വാങ്ങി. തുടക്കത്തിൽ 10 വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുടുംബാന്തരീക്ഷത്തിലെന്ന പോലെ വ്യക്തിപരമായ പരിചരണത്തിലാണ് അവരെ രൂപപ്പെടുത്തിയെടുത്തത്. സെറ്റിൽമെന്റ് സ്കൂളിൻ്റെ ഗവേണിംഗ് ബോർഡിൽ ഇപ്പോഴും UC കോളേജിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നു. കോളേജ് ഹോസ്റ്റലിലെ മുറികളിൽ ഒന്നിൽ 1931 റൂറൽ മെഡിക്കൽ മിഷൻ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വൈദ്യസഹായത്തിനായി തുടങ്ങിയതാണെങ്കിലും സമീപത്തുള്ള ജനങ്ങൾക്ക് സഹായം നിരസിച്ചില്ല. റവറൻഡ് BG ക്രോളിയുടെ ഭാര്യ ശ്രീമതി എയ്ലീൻ ക്രോളിയുടെ നേതൃത്വത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം. കോളേജിലെ ഏതാനും വിദ്യാർത്ഥികൾ ഇതിന് പിന്തുണ നൽകി. 1938 റൂറൽ മെഡിക്കൽ മിഷൻ ആവശ്യമായ സ്ഥലം തിരുവിതാംകൂർ സർക്കാർ സംഭാവന നൽകി. അതോടെ അവിടെ സ്ഥിരമായൊരു കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യൻ ദേശീയതയെ അവർ ആദരിച്ചു. 1922 ടാഗോർ കോളേജ് സന്ദർശിച്ചു. 1925 വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ പോകും വഴി ഗാന്ധിജിയും വിശ്വമാനവികതയിൽ അധിഷ്ഠിതമായ ദേശീയതയിൽ മുൻപോട്ട് പോകണം എന്നതായിരുന്നു തീരുമാനം. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി സംവദിക്കാൻ അതിഥികളെ തിരഞ്ഞെടുക്കുമ്പോഴും ആ നിഷ്കർഷ പുലർത്തി. സ്വാതന്ത്ര്യ സമരത്തോട് അനുഭാവപൂർവമായ സമീപനം കൈക്കൊള്ളുമ്പോഴും ഒരു നേർത്ത സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് വിശാലവും ഉദാരവുമായ ലോകവീക്ഷണത്തെയും വിദ്യാഭ്യാസ ചിന്തകളെയും അവർ പ്രയോഗക്ഷമമാക്കി. കരിന്തിരി കണ്ടേ നോവിൻ വായ്ത്താരി കേട്ടേ ഉൾക്കൈയിൽ കാലൻ വായ്ക്കരിതന്നേ ചൊല്ലുന്നേ ഞാൻ പണ്ടേ ചത്തേ.
തെളുതേളെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ന്യൂസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രതിഷേധിക്കേണ്ടതാണെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കും, അതെല്ലാ പാർട്ടികളും ഏറ്റെടുക്കും. അതേപോലെ ഈ കലാമേഖലകൾ ഏറ്റെടുക്കും, അതിൻ്റെ ബേസിസിൽ ഇതേപോലെ സ്ട്രീറ്റ് പ്ലേസ് നാടകങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും കോളേജിനെ വിടാതെ പോവില്ല. ഏകദേശം 500-ൽ താഴെ പുസ്തകങ്ങളുമായിട്ട് തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും നല്ല കോളേജ് ലൈബ്രറികളിൽ ഒന്നാണ് UC കോളേജിൻ്റേത്. 500-ൽ താഴെ ബുക്കുകളിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ ഏകദേശം 1,00,000-ഓളം പുസ്തകങ്ങളാണ് നമുക്കുള്ളത് ഇവിടെ. അതിൽ കുറേ എണ്ണം 1850-കൾക്ക് മുമ്പുള്ള പുസ്തകങ്ങൾ വരെ നമുക്കിവിടെയുണ്ട്. ഒരു ആർക്കൈവ് സെക്ഷനായിട്ട് നമ്മൾ സൂക്ഷിച്ചിരിക്കുകയാണ്. പലപ്പോഴും ലൈബ്രറിമാരുടെ ഒരു വലിയ കംപ്ലയിൻറ്റ് കോളേജ് ലൈബ്രറികൾ നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ UC കോളേജിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം കുട്ടികൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് UC കോളേജിൻ്റേത് എന്ന് കാണാൻ കഴിയും. പുസ്തകങ്ങൾ മാത്രമല്ല, ഇനി നോൺ ഡോക്യുമെൻ്ററി സോഴ്സസ് ആയിട്ടുള്ള ബുക്കുകൾ, റിസോഴ്സസുകളെല്ലാം തന്നെ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. അത് ഏതാണ്ട് 30 ലക്ഷത്തിലധികം പുസ്തകങ്ങൾ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇൻഫ്ലിപ്പ് നെറ്റ് ഓഫർ ചെയ്യുന്ന എൻലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കളക്ഷനുണ്ട്. അപ്പോൾ ഓൺലൈൻ റിസോഴ്സസ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ലൈബ്രറി ആയിട്ട് ഏകദേശം 3 പ്രാവശ്യം നമ്മുടെ ലൈബ്രറി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോളേജ് മാഗസിൻസ് 1925 മുതൽ ഇന്ന് വരെയുള്ളത് മുഴുവൻ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ ബ്രെയിലി ലിപിയിലുള്ള കോളേജ് മാഗസിൻ നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കുറേയേറെ ഫോട്ടോകളുടെ ആർക്കൈവ്സൊക്കെ നമ്മളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. College Museum was started in 1975 June. It was started by the teachers and students of History Department. They started an initiative to collect artifact or object of cultural and historical importance from the surroundings. First, they collected sculptures from Muvatupura. Now, we are having a huge collections of prehistoric Harappa age and all. UC കോളേജ് വ്യത്യസ്തമാകുന്നത് കോളേജിൻ്റെ സാമ്പത്തിക നയം മാതൃകാപരമാണ് എന്നതുകൊണ്ട് കൂടിയാണ്. നിയമനങ്ങളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ UC കോളേജ് ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. അതേസമയം നിർധനരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന കാര്യത്തിൽ കോളേജ് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്.
my project have been shortlisted under the Research Incubation Program conducted by Kerala Startup Mission and MG University. Water hyacinth is one of the most invasive plant species in the earth, and to control its growth, we can convert them into many value-added products. My product Icostick consists of water hyacinth fibers, which has a coating of organic fertilizer. It's a complete plant food, especially for potted plants. Water hyacinth can be converted into many useful products. These weeds are collected from different parts of Ernakulam district, and we are planning to market these products through the eco shop of our college. വിദേശ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾക്ക് UCയിൽ വന്ന് പഠിക്കുന്നതിനും ഇവിടെ നിന്നുള്ള കുട്ടികൾക്ക് പുറത്തെ സർവകലാശാലകളിൽ പരിശീലനം നേടുന്നതിനും എക്സ്ചേഞ്ച് പ്രോഗ്രാം നിലവിലുണ്ട്. ഇതുകൂടാതെ കോളേജിലെ അധ്യാപകർക്ക് അക്കാദമികവും ഭരണപരവുമായ പരിശീലനം ലഭിക്കുന്ന തരത്തിൽ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്തോനേഷ്യ, ഹോങ്കോങ്, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ധാരണയുണ്ട്. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ മറ്റുള്ളവരെ കൂടി ചേർത്ത് നിർത്തി വളർത്തുക എന്നൊരു ദൗത്യമാണ് ഈ കലാലയം എക്കാലത്തും നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുമായി ചേർന്ന് സാമ്പത്തിക സർവേകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പലതരം പരിശീലനങ്ങൾ, കമ്പ്യൂട്ടർ സാക്ഷരത, ഹോംവർക്ക് അസിസ്റ്റൻസ് എന്നിങ്ങനെയുള്ള പരിപാടികൾ കാര്യക്ഷമമായി നടന്നു പോകുന്നു. വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുമോ എന്നൊരു പേടിയോടെയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. എൻ്റെ ലൈഫിൽ എനിക്കിങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ഒന്നാമത്തെ കാര്യം. Let us learn the botanical nomenclature details of Mimosops eleni. I am showing the QR code. It goes to scienceq.org. I am selecting this, so it will go to the site which is based in London. So it is the Kew Botanical Garden, and you can see all the details of the plants regarding its distribution, synonyms, publications and other data. Mimosops eleni is a medium-sized
There is an indefinable, mysterious power that pervades everything. I feel it, though I do not see it. 1925 മഹാത്മാഗാന്ധി ആലുവ UC കോളേജിൽ സന്ദർശിച്ച വേളയിൽ നട്ട മാവാണ് ഗാന്ധി മാവ് എന്ന് പറയുന്നത്. ഈ ഗാന്ധി മാവിൻ്റെ 100 തൈകൾ കോളേജ് 100 വർഷം ആഘോഷിക്കുന്നത്, അതായത് സെൻറ്റിനറി സെലിബ്രേഷൻസ് നടത്തിയ ഈ കോളേജിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രാഫ്റ്റിംഗ് വഴി ഡെവലപ്പ് ചെയ്തത്. ഈ തൈകൾ നമ്മൾ ഗാന്ധിമാവിനെ സ്നേഹിക്കുന്നവർ, UC കോളേജിനെ സ്നേഹിക്കുന്ന അലുമിനി ഉൾപ്പെടെയുള്ളവർക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. കോളേജിൻ്റെ സ്റ്റുഡൻറ്റ് ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റ് ആയിട്ടുള്ള ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൈ ലീഫ് കമ്പോസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ച് ചെയ്യുന്നൊരു പ്രവർത്തന രീതിയാണിത്. പണ്ട് കാലഘട്ടങ്ങളിൽ ഇലകൾ ഉണ്ടാകുന്ന സമയത്ത് ഉണങ്ങിയ ഇലകളെല്ലാം തന്നെ കത്തിച്ച് കളയുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഓർഗാനിക് ഫാമിംഗ് തുടങ്ങിയ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പ്യൂർ ഓർഗാനിക് ഫെർട്ടിലൈസർ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു ഇനിഷ്യേറ്റീവ് പ്രൊജക്റ്റാണ് ഡ്രൈ ലീഫ് കമ്പോസ്റ്റ്. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉണക്കയിലെല്ലാം കൂടെ ശേഖരിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ലിഫ്റ്റ് ബിന്നിലേക്ക് നമ്മൾ ശേഖരിക്കുകയും ആ ബിന്നിൽ നിന്നും കുറച്ച് കൗഡൻ സ്ലറി എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ പ്രോസസ്സിങ് വെച്ചിട്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ സഹായത്തോടെ ഈ ഡ്രൈ ലീഫ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയും അത് പിന്നീട് ചെടികൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. UCയിലെ ഇപ്പോഴത്തെ NSS യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് നമ്പർ 52 ആണ്. നിരവധി പ്രവർത്തനങ്ങളാണ് NSSലൂടെ നടന്നു പോകുന്നത്. റീസെൻ്റായിട്ട് NSS ഏറ്റെടുത്തേക്കുന്ന പദ്ധതി എന്ന് പറയുന്നതാണ് ചാമ്പപ്പറമ്പിലെ LP സ്കൂൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് ഓരോ വിദ്യാർത്ഥികളെയും പേഴ്സണലി വിലയിരുത്തുകയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ NSS എന്ന് പറയുന്നത് UCയിലെ NSS 100 പേരടങ്ങുന്ന യൂണിറ്റാണ്. അതിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടക്കം കുറിച്ചത് 100 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ്.